ഹലോ. അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു വ്ലോഗ് കണ്ടാലോ? സാധാരണ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി പുതച്ച് കിടന്നുറങ്ങും കേട്ടോ. സൂര്യൻ ഉച്ചത്തടിച്ചാലും എഴുന്നേൽക്കില്ല. കാരണം എന്ന് വെച്ചാൽ ആകെ ഉറങ്ങാൻ കിട്ടുന്ന സമയം ഞായറാഴ്ചയാണ്. പക്ഷേ ദേ പതിവൊക്കെ തെറ്റിച്ചിട്ട് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിട്ടോ. ഇന്ന് ഇവിടുത്തെ ഉത്സവമാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലമാണ് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ തൊഴുതിട്ട് വേറൊരു അമ്പലത്തിലേക്ക് പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ദേ നമുക്ക് നേരെ ഉത്സവത്തിൻ്റെ വിശേഷത്തിലോട്ട് പോവാം. ഇന്ന് അവിടുത്തെ ഉത്സവമാണ് കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ കണ്ടില്ലേ? ഞാനിവിടെ 6 വർഷമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. അപ്പം പതിവിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടിപൊളിയായിട്ട് ഞങ്ങൾ ഉത്സവം ആഘോഷിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഞങ്ങളവിടെ പരിപാടികളൊക്കെ കണ്ടു. പിന്നെ അവിടെ നാടൻപാട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നത്തെയും പോലെ ദേ സാധനങ്ങളൊക്കെ മേടിക്കാം. പിള്ളേരല്ലെങ്കിൽ സമ്മതിക്കില്ലെന്നേ, എല്ലാത്തിൻ്റെയും കണ്ണ് അങ്ങോട്ടാണ്. അത് കഴിഞ്ഞതേ നാടൻ പാട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്പലത്തിൽ തെയ്യം വന്നു എന്നറിഞ്ഞത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ തെയ്യമൊക്കെ നേരിട്ട് കാണുന്നത്. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ അമ്പലത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്ലോട്ട് കാണും കേട്ടോ. ഒരുപാട് നേരം കണ്ടിരിക്കാനുണ്ട്. ഇത് ഈ കാണുന്നതാണ് കാള. നിങ്ങൾക്കവിടെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ കാളയെന്നോ കുതിരയെന്നോ ഒക്കെ പറയും ഗൈസ്. പക്ഷേ ഇത് കാളയാണെന്നാണ് കേട്ടോ തോന്നുന്നത്. കുതിരയാകുമ്പോൾ കാളയും കുതിരയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനത്തെ ധനൂട്ടി കണ്ടില്ലേ, ഭയങ്കര ഉഷാറായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഉത്സവമൊക്കെ. ഭയങ്കര ഹാപ്പി ആയിട്ട്. അങ്ങനെ ഒരുപാട് ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എത്രയൊക്കെ ഫ്ലോട്ട് വന്നെങ്കിലും ഇതിൻ്റെ ഹൈലൈറ്റ് ദേ ഇതായിരുന്നു കേട്ടോ. എന്തോരം ഹൈറ്റ് ആയിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഫ്ലോട്ട് കാണുന്നത്. അപ്പം ഫ്ലോട്ടൊക്കെ അടിപൊളിയായിരുന്നു. അതിൻ്റെ ലൈറ്റിങ്ങും സെറ്റിങ്സും എല്ലാം സൂപ്പറായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്. ഇത് താഴോട്ട് ഇറങ്ങിപ്പോയില്ല. ഞങ്ങൾ റോഡിൻ്റെ മുകളിൽ കയറി നിന്നാണ് കേട്ടോ ഇതെല്ലാം കണ്ടേ. പക്ഷേ ഇത് താഴേ ഇറങ്ങി പോകണം, എന്നാലേ അമ്പലത്തിനടുത്ത് എത്തൂ. ഗൈസ് പഠിച്ച പട്ടി പതിരിട്ട് നോക്കി, ഒരു തരത്തിൽ ഇറങ്ങില്ല. വാശിയെന്ന് തന്നെ. അവസരം കൈയൊക്കെ അത് ഊരി മാറ്റിയിട്ട് പിന്നെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി വിടില്ല എന്നുള്ള വാശിയിലാണ് കേട്ടോ മഹാവിഷ്ണു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു എന്നറിയോ? ഇതിനെ റിവേഴ്സ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. പുള്ളിക്കാരന് അമ്പലത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർ നേരെ സൈഡാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഫ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ഇന്ന് സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ധനുട്ടിയുടെ സ്വഭാവം മാറി. ഇതേ കണ്ടില്ലേ മുഖം? നേരത്തെ കണ്ട മുഖമല്ലല്ലോ. ഭയങ്കര ദേഷ്യവും ഉറക്കം വരണു വിശക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു കേട്ടോ അവള്. അവളെയും കുറ്റം പറയാൻ പറ്റില്ല. ഇന്ന് അവള് നേരത്തെ ഫുഡൊക്കെ കഴിച്ചേ. അതിൻ്റെ വിഷമവും ക്ഷീണവും ഒക്കെ ഉണ്ട്. അതുപോലെ നാളെ സ്കൂളിലും പോകണം. ധനൂട്ടി സീനാക്കി തുടങ്ങിയപ്പോൾ നമ്മൾ നൈസിന് അവിടെ നിന്ന് വലിഞ്ഞു കേട്ടോ. അതിനുശേഷം എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു ഉത്സവം ആഘോഷിച്ചതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയും പിള്ളേരെ അവരുടെ വീട്ടിലാക്കി ഞങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.